ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വർഷയുടെ പണം മോഷ്ടിച്ച ശ്രുതിയെ കയ്യോടെ അച്ചമ്മ പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. രാവിലെ തന്നെ പതിവ് പോലെ അച്ചമ്മ ശ്രുതിയെ കൊണ്ട് വീട്ടിലെ സകല ജോലികളും ചെയ്യിപ്പിക്കുന്നുണ്ട്. കൂട്ടിനായിട്ട് വർഷയും ഇരിപ്പുണ്ട്. അപ്പോൾ വർഷയ്ക്ക് ജോലി ചെയ്യുന്നതിൽ വലിയ മടിയൊന്നുമില്ല. പക്ഷേ വർഷയ്ക്ക് അറിഞ്ഞുകൂടാന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രുതിയാണെങ്കിൽ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ട് മലേഷ്യക്കാരിയായിട്ട് ചമഞ്ഞ് വീട്ടിലെ ജോലികളൊന്നും ചെയ്യാതിരിക്കുകയാണല്ലോ. അച്ചമ്മ പറഞ്ഞിട്ട് പോലും ശ്രുതിക്ക് വലിയ മൈൻഡൊന്നുമില്ല. ഇപ്പോൾ രാവിലെ തന്നെ അച്ചമ്മ ശ്രുതിയെ വിളിച്ചുണർത്തുന്നുണ്ട്. ഉണർത്തി വീട്ടിലെ ആൾക്കാർക്കുള്ള ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായയൊക്കെ നീ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പതുക്കെ തന്നെ അരിയൊക്കെ അരച്ച് ദോശ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ് അച്ചമ്മ. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് അച്ചമ്മയോട് ദേഷ്യമുണ്ട്, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി, ഞാൻ ശ്രുതി ചേച്ചിക്ക് വേണ്ടിയിട്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞു തരാം. സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ സാമ്പാറിനുള്ള പച്ചക്കറികളും ഉച്ചയ്ക്ക് ചോറിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ തന്നെ അരിഞ്ഞു തന്നോളാം. എനിക്കിതിൽ വേറെ പ്രശ്നമൊന്നുമില്ല ശ്രുതി ചേച്ചി എന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് എന്താ വർഷേ, നീ ഇവിടുത്തെ വേലക്കാരിയാവാൻ പോവുകയാണോ, നീ ഇപ്പോഴും പിന്നെ അടുക്കളയിൽ നിൽക്കാൻ പോവുകയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അച്ചമ്മ ഇതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. വർഷയോട് അച്ചമ്മയ്ക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, വർഷയോട് ഇഷ്ടം മാത്രമാണ്. അവൾക്ക് അറിഞ്ഞുകൂടാന്നുള്ളൊരു പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. അവൾ പക്ഷെ അത് പഠിക്കാനും തയ്യാറാണ്. എന്നാൽ ശ്രുതിക്കാണെങ്കിൽ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കുന്നതിൽ താല്പര്യമില്ല. എല്ലാം രേവതി തന്നെ ചെയ്ത് മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഓ രേവതി ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അച്ചമ്മേ. രാവിലെ തന്നെ എണീറ്റ് വീട്ടിലെ സകലമാന ജോലികളും ചെയ്തിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, അത് ഓരോ ദിവസം ഓരോ ഐറ്റം ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. അത് എന്ത് ടേസ്റ്റായിട്ടാണ് രേവതി ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം പാടുപെട്ടിട്ടാണ് രേവതി ചേച്ചി ഇതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. ഇത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ചമ്മേ. അടുക്കളയിൽ ജോലിയാണെങ്കിലും അതെന്തുമാത്രം കഷ്ടപ്പാടുള്ള ജോലിയാണെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അച്ചമ്മയ്ക്ക് വളരെ സന്തോഷമാവുകയാണ്. അച്ചമ്മ വർഷയെ അടുത്ത് വിളിച്ചിരുത്തി പറയുന്നുണ്ട്, അതേ മോളെ രേവതി ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് രാവിലെ എണീറ്റിട്ട് ഓരോ ആഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നീയും ശ്രുതിയൊക്കെ AC റൂമിനകത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ അവൾ വെയിലത്ത് വണ്ടി ഓടിച്ച് ചെന്ന് പൂ കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഓരോ ജോലിക്കും ഓരോരോ ബുദ്ധിമുട്ടുണ്ട്. അവൾ അത്രയും അധ്വാനിച്ചല്ലേ ജീവിക്കുന്നത്. എങ്കിലും നിനക്കിത് പറയാൻ തോന്നിയല്ലോ, നിനക്ക് ഇങ്ങനെ സഹായിക്കണമെന്നെങ്കിലും തോന്നിയല്ലോ, അത് നിൻ്റെ നല്ല മനസ്സാണ്. അപ്പോൾ ശ്രുതിയോട് അച്ചമ്മ പറയുന്നുണ്ട്, ശ്രുതി നീയും ഇത് കണ്ട് പഠിക്കണം ശ്രുതി, എന്ത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ചമ്മ എന്തായാലും ശ്രുതിയെ കൊണ്ട് ആ വീട്ടിലെ പണി മൊത്തവും ചെയ്യിപ്പിച്ച് 9 മണി കഴിഞ്ഞതിന് ശേഷം അച്ചമ്മ പറയുന്നുണ്ട്, ശരി ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞല്ലോ, നിങ്ങൾ എന്തായാലും കുളിച്ച് റെഡിയായി നിങ്ങളുടെ ജോലിക്ക് പോയിക്കോളൂ എന്ന്. ശ്രുതിക്ക് മനസ്സ് മുഴുവൻ ദേഷ്യമാണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ശ്രുതി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും റെഡിയായി ബ്യൂട്ടി പാർലറിലും പിന്നെ വർഷ ഡബ്ബിങ്ങിൻ്റെ സ്റ്റുഡിയോയിലും പോകുന്നുണ്ട്. ആ സമയത്ത് ഏകദേശം ഉച്ചയായപ്പോൾ കാർ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് സച്ചി വീട്ടിലോട്ട് കയറി വരികയാണ്. സച്ചിയുടെ കയ്യിലാണെങ്കിൽ രേവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൽവയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ സച്ചി വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അച്ചമ്മയും അച്ഛനും രേവതിയും ഒക്കെയാണ്. അച്ചമ്മയ്ക്കും അച്ഛനും കൊടുത്തിട്ട് ബാക്കി നമ്മുടെ രേവതിക്കും കൊടുക്കും. അങ്ങനെ കയ്യിലിരുന്ന ഹൽവയിൽ നിന്ന് ഒരു പീസ് മുറിച്ച് അച്ഛനും അച്ചമ്മയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി രേവതിക്ക് കൊടുക്കാനായിട്ട് സച്ചി റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ രേവതി കേൾക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ കയ്യിൽ, എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ നിനക്ക് ഇഷ്ടപ്പെട്ട ഹൽവയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. കുറച്ച് അച്ഛനും അച്ചമ്മയ്ക്കും ഒക്കെ കൊടുത്തിട്ട് ബാക്കി ഇതാ നീ കഴിച്ചോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ നിങ്ങളെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി വിചാരിക്കുന്നത് അച്ചമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തിട്ട് രേവതിക്ക് കൊടുത്തത് കൊണ്ടുള്ള ദേഷ്യമായിരിക്കുമെന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി അവർക്ക് കൊടുത്തതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ എന്നെ പറ്റി അങ്ങനെയാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്, ഞാൻ അതല്ല പറഞ്ഞത്. അതെ സച്ചിയേട്ടാ, എൻ്റെ കാലൊടിഞ്ഞ് ഞാനിവിടെ കിടക്കുകയാണല്ലോ. നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കൊണ്ട് വരും. അത് മുഴുവനും ഞാനിവിടെ ഇരുന്ന് തിന്ന് തീർക്കുകയും ചെയ്യും. എൻ്റെ കാലൊക്കെ റെഡിയായി ഞാനൊന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഞാനൊരു കുട്ടി ആനയെ പോലെ ആവും സച്ചിയേട്ടാ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇനി ഇതുപോലെയുള്ളത് എനിക്ക് വാങ്ങിക്കൊണ്ട് വരരുത്. ഞാൻ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ ഇരുന്ന് വെറുതെ തിന്നുകൊണ്ടിരിക്കാനാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചിക്ക് ചിരി വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അങ്ങനെ
അങ്ങനെയൊന്നും ആവില്ല രേവതി, നിനക്കിഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് കണ്ടതുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ വർഷയും അച്ചമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിന്ന് രാവിലെ ദോശയും സാമ്പാറും കൊണ്ടുവന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് പറയുമ്പോൾ സച്ചിക്ക് അത്ഭുതമാവുകയാണ്. വർഷയോ, വർഷം നിനക്ക് സാമ്പാർ ഉണ്ടാക്കി തന്നെന്നോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അച്ചമ്മ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് വർഷം ഉണ്ടാക്കി കൊണ്ട് തന്നതാ. എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചിയേട്ടാ, അവൾക്കും ഭയങ്കര താല്പര്യമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ചമ്മയല്ലേ, അവളെ കൊണ്ട് ഇതല്ല ഇതിനപ്പുറം പണി ചെയ്യിപ്പിക്കും, അവൾ ഇതൊക്കെ ചെയ്യട്ടെ. ആ സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്ന് മറ്റൊരു ഓട്ടത്തിന് വേണ്ടിയിട്ട് സച്ചി പുറത്തോട്ട് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ എന്തോ ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുന്നുമുണ്ട്. അപ്പോൾ ഈ സംസാരം കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, രേവതി എന്നാലും ഇത് കുറേ കഷ്ടമായിപ്പോയി, ഞാൻ ഈ വീട്ടിലുള്ള സകല പണികളും ചെയ്യുന്നുണ്ട് രേവതി. അപ്പോൾ രേവതി ശ്രുതിയോട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ ഈ വീട്ടിൽ എന്തുമാത്രം പാടുപെട്ടിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ഉണ്ടാക്കി തന്നിരുന്നതെന്ന്. എന്നിട്ട് അതിനും ഞാൻ കുറ്റം കേൾക്കേണ്ടി വന്നു. നിനക്ക് ഇപ്പോൾ എൻ്റെ പ്രയാസം മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ 3 പേരും, വർഷയും നീയും അച്ഛമ്മയും കൂടെ നിന്ന് സഹായിച്ചിട്ട് നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണോ? ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പുലർച്ചെ മുതൽ പാതിരാത്രി വരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ എന്തുമാത്രം കഷ്ടം അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രുതിക്ക് തിരിച്ച് ഉത്തരവൊന്നുമില്ല. ശ്രുതി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ചെന്നിരുന്നത് വർഷയുടെ റൂമിലാണ്. ശ്രുതിയുടെ റൂമിലാണല്ലോ രേവതി ഇപ്പോൾ കിടക്കുന്നത്. അവിടെ നിന്നപ്പോൾ തന്നെ നവീൻ ദാസിൻ്റെ കോള് വരികയുന്നുണ്ട്. ശ്രുതി ഫോൺ എടുത്ത ഉടനെ തന്നെ, കല്യാണി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, നിന്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നവീൻ ദാസ് ആണെന്ന്. ശ്രുതി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇനി ഫോൺ ചെയ്യരുതെന്ന്, നിനക്ക് എന്താണ് ആവശ്യം, ഞാൻ നിനക്ക് ആവശ്യത്തിലധികം പൈസ തന്നില്ലേ, ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, എനിക്കൊരു കുടുംബമുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഇനി വിളിക്കരുത് നവീൻ എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, എടി കല്യാണി, അങ്ങനെ അങ്ങ് നിന്നെ ഒഴിവാക്കാൻ പറ്റുമോ? നീ എനിക്കൊരു 4 ലക്ഷം രൂപ തരണം, എനിക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറേ നാളത്തേക്ക് നിന്നെ ശല്യം ചെയ്യില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ഭയങ്കര ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്, 4 ലക്ഷം രൂപയോ? ആകപ്പാടെ എൻ്റെ ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടുന്നത്. ശ്രുതിയുടെ ബിസിനസ് ആണെങ്കിൽ പകുതി പൊട്ടിയ അവസ്ഥയാണ്, ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഞങ്ങളിപ്പോൾ. അതുകൊണ്ട് എന്തായാലും 4 ലക്ഷം രൂപ ഒരിക്കലും എനിക്ക് നിനക്ക് തരാനായിട്ട് കഴിയില്ല നവീൻ. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്ന് സമാധാനപ്പെടുക. എൻ്റെ കയ്യിൽ പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ നിനക്കത് തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ നവീൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ശരി, എങ്കിൽ പിന്നെ നീ ഫോൺ വെച്ചോ, നിനക്കൊരു കുട്ടിയുണ്ടെന്നും നിൻ്റെ പേര് കല്യാണിയാണെന്നും ഞാൻ നിൻ്റെ ഭർത്താവിനോടും നിൻ്റെ കുടുംബത്തോടും വിളിച്ചു പറയാം എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. അപേക്ഷിച്ചിട്ട് കാര്യം നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് ആൻ്റണിയുടെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നുണ്ട് നവീനെ, ഇനിയും നിനക്ക് നല്ലത് ഞാൻ വാങ്ങിത്തരും, അതുകൊണ്ട് നീ മര്യാദയ്ക്കിരിക്കുക, നിനക്ക് കിട്ടിയ പൈസ തന്നെ നീ വച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, നിന്റെ ആൻ്റണി ഇപ്പോൾ എന്നെ വന്ന് അടിക്കോ, എങ്കിലൊന്ന് കാണട്ടെ, അവൻ ദുബായിൽ പറന്നെത്തി അടിക്കോ, ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളത്, എങ്കിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് പിന്നെ മറുപടിയൊന്നുമില്ല. ശ്രുതി വീണ്ടും അപേക്ഷിക്കുകയാണ്, നവീൻ ഒരിക്കലും ഞാൻ നിനക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യേ, എൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഞാൻ നിനക്ക് തരാം, ദയവ് ചെയ്ത് എൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ 4 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും നീ സംഘടിപ്പിച്ച് തരണം, എങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരി, ഞാൻ നിനക്ക് 4 ലക്ഷം രൂപ തരാം, പിന്നെ നീ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. അപ്പോൾ നവീൻ പറയുകയാണ്, ഞാൻ നോക്കട്ടെ, നീ തൽക്കാലം 4 ലക്ഷം രൂപ താ, അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം, നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വർഷയുടെ റൂമിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നെ പൈസ സംഘടിപ്പിക്കും? ഒന്നാമത് ശ്രുതി ഇപ്പോൾ കള്ളനായിട്ട് നിൽക്കുകയാണ് രേവതിയുടെ സ്വർണ്ണം മോഷ്ടിച്ചതിൽ, ഞാൻ ഇനി എവിടെ നിന്ന് പൈസ ഞാൻ ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വർഷയുടെ റൂമിനകത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വർഷ ഇടയ്ക്ക് രേവതിയോട് സംസാരിക്കുന്നത് ശ്രുതി കേട്ടിരുന്നു. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും രേവതി ചേച്ചി ഞാൻ തരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ഇത് ആലോചിച്ചിട്ട് വർഷയുടെ അലമാരയൊക്കെ തപ്പുന്നുണ്ട്. തപ്പിയ സമയത്ത് ഒരു കവറിനകത്ത് 7 ലക്ഷം രൂപ ഇരിക്കുന്നത് കണ്ടു. ആ പൈസയും കൈയോടെ എടുത്തുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് തന്നെ സ്ഥലം വിട്ട് 4 ലക്ഷം രൂപ നവീൻ ദാസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നവീനോട് പറയുന്നുണ്ട്, ഇപ്പം 4 ലക്ഷം രൂപ ഞാൻ നിനക്ക് തന്നു, ഇനി ഒരിക്കലും നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന്. അവിടെ നിന്ന് ബാക്കി 3 ലക്ഷം രൂപ ബാഗ്
ബാഗിലിട്ടിട്ട് ഇനി ഇത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ബ്യൂട്ടി പാർലറിൽ നിന്നും കിട്ടിയ ലാഭമാണ് എന്ന് പറയാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വർഷ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. വർഷയ്ക്ക് മാസാദ്യം ശമ്പളം കിട്ടിയ സമയമൊക്കെയാണ്. അത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഒരു വിഹിതമാണ് വർഷയും ശ്രീകാന്തും ഒക്കെ കൂടെ ആ ഒരു പൈസയായിട്ട് സൂക്ഷിച്ചു വച്ചിരുന്നത്. അവർക്ക് കാറ് വാങ്ങണം എന്നായിരുന്നു അവരുടെ വലിയ ആഗ്രഹം. അതിനുവേണ്ടി ശ്രീകാന്തും വർഷയും ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് വർഷയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റതിൽ നിന്നും കിട്ടിയതും കൂടെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർക്ക് ശമ്പളം മാസാദ്യം കിട്ടി. വർഷയും ശ്രീകാന്തും വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതിൽ നിന്നും ഒരു വിഹിതം അവരുടെ ശേഖരണത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അലമാര തുറന്നു നോക്കിയപ്പോഴാണ് അവരുടെ പൈസ കാണാനില്ലെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. വർഷ മറ്റു പലയിടങ്ങളിലും തപ്പി നോക്കുന്നുണ്ട്. പക്ഷേ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത്, നീ ഇവിടെ ഇരുന്ന പൈസ എവിടെയെങ്കിലും വെച്ചോ, അതോ നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? പറ ശ്രീകാന്തേ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല വർഷ, ഞാൻ ഒരിടവും മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഇവിടെ കണ്ടതാണല്ലോ അലമാരയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ, വേറെ എവിടെയെങ്കിലും മാറ്റി വച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ വർഷ പറയുകയാണ്, ഇല്ല ശ്രീകാന്തേ, ഞാൻ ഇന്ന് രാവിലെയും കൂടെ കണ്ടതാണ്, അയ്യോ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വന്ന് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മയൊക്കെ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ വർഷേ, പറയൂ. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, അച്ചമ്മേ, ഞങ്ങൾക്കൊരു കാറ് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് നമ്മുടെ സമ്പാദിച്ച് വച്ചിരുന്നതായിരുന്നു. അതിപ്പോൾ കാണാനില്ല. അത് ഏകദേശം 7 ലക്ഷം രൂപയോളം ഉണ്ട് അച്ചമ്മേ എന്ന് പറയുമ്പോൾ അച്ചമ്മയ്ക്ക് തന്നെ അതിശയമാകുന്നുണ്ട്. 7 ലക്ഷം രൂപയോ? നിങ്ങൾ എന്താണ് പിള്ളേരെ കാണിക്കുന്നത്? 7 ലക്ഷം രൂപ ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കുമോ? നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടാൽ പോരായിരുന്നോ? ആവശ്യം വരുമ്പോൾ എടുത്താൽ പോരെ? എന്താ ശ്രീകാന്തേ, നീയും ഇത്രയും പ്രായമായിട്ടും വെറുതെ കൊച്ചു കുട്ടികളെ പോലെയാണല്ലോ കാണിക്കുന്നത്. ഒരു ഉത്തരവാദിത്വമില്ലേ ഇത്രയും രൂപയൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ? ശരി, നിങ്ങൾ വിഷമിക്കാതെ നമുക്കത് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ ആ സമയത്ത് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രുതി കേൾക്കുന്നുണ്ട്, എന്ത് പറ്റി എന്ന് പറയുമ്പോൾ വർഷ പറയുകയാണ്, ശ്രുതി ചേച്ചി, എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ നഷ്ടപ്പെട്ടു. അവിടേക്ക് സച്ചിയും ഓട്ടം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ സച്ചിയോടും ഈ കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി സച്ചിയെ കള്ളനാക്കാൻ വേണ്ടിയിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി ഇതിനിടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനിടയ്ക്ക് എവിടെയാ പോയത് എന്ന് പറയുമ്പോൾ രേവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. രേവതി കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ദേ ശ്രുതി, ആവശ്യമില്ലാതെ നീ എൻ്റെ സച്ചിയേട്ടന് മേലിൽ പഴി ചാരരുത്. എൻ്റെ സച്ചിയേട്ടൻ ഒരു തരത്തിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ല. സച്ചിയേട്ടൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി അങ്ങനെ പറയരുത്, എനിക്കറിയാം സച്ചിയേട്ടൻ മറ്റാരെയും ഒരു കാശ് പോലും കട്ടെടുക്കില്ല. സച്ചിയേട്ടൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ രേവതിക്ക് അതൊരു ആശ്വാസമാവുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്നാലും സച്ചി ഇടയ്ക്ക് വന്നിട്ട് എവിടെയെങ്കിലും പോയപ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കവറിൽ? ശ്രുതി ആവശ്യമില്ലാതെ സച്ചിയുടെ മേലിൽ കള്ളം പഴി ചാരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ രേവതി ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നേരം ഇവിടെ കേട്ടുകൊണ്ടിരുന്നു, ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ടിരുന്നല്ലോ ശ്രുതി ഇതിനിടയ്ക്ക് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോകുന്നത്. ഞാൻ എണീറ്റ് ബാത്റൂമിൽ പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അച്ചമ്മയും പറഞ്ഞു, അയ്യോ ഞാനും കണ്ടിരുന്നു, ഞാൻ പിന്നെയും വിചാരിച്ചിരുന്നത് എനിക്കത് തോന്നിയതായിരിക്കുമെന്ന്. ശ്രുതി എവിടേക്കാ പോയത്? പെട്ടെന്ന് വന്നിട്ട് ആരോടോ ഒന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാനൊരു സാധനം ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാണ്. പെട്ടെന്ന് എൻ്റെ ബ്യൂട്ടി പാർലറിൽ ഒരു ക്ലയൻറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ പെട്ടെന്ന് അങ്ങ് പോയത് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? എന്നാലും ഒരു വാക്ക് പോലും പറയാതെ നീ നിൽക്കാതെ പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയില്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വഴക്കാവുകയാണ്. ആ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, എങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം, നമ്മൾക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അവരാകുമ്പോൾ വിശദമായിട്ട് അന്വേഷിച്ച് കള്ളനെ കണ്ടുപിടിച്ച് കയ്യിലേൽപ്പിക്കും. അപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതായിപ്പോയി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട, പോലീസിനെയൊക്കെ അറിയിച്ചാൽ ഭയങ്കര നാണക്കേടാണ് അച്ചമ്മേ. നമ്മുടെ വീട്ടിൽ ഒരു കള്ളം കയറി ഇത്ര ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ വർഷ പറയുകയാണ്, അതിനെന്താ ശ്രുതി ചേച്ചി, എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. എങ്കിൽ അച്ചമ്മ പറഞ്ഞതുപോലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. പക്ഷേ അത് ശ്രുതി ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കുന്നില്ല. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വലുതായതിനെ തുടർന്ന് അച്ചമ്മ പറയുന്നുണ്ട്, ശരി, ആർക്കും പരാതി കൊടുക്കാൻ വയ്യെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ റൂമും ബാഗും ഒക്കെ ഞാനൊന്ന് പരിശോധിക്കാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളണം. അപ്പോൾ വർഷയും രേവതിയും പറയുന്നുണ്ട്, ശരി അച്ചമ്മേ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അച്ചമ്മ ഞങ്ങളുടെ റൂമിലോ ബാഗിലോ എവിടെ വേണമെങ്കിലും
വേണമെങ്കിലും പരിശോധിച്ചോ. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ അത് കേട്ടിട്ടും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അച്ചമ്മ വർഷയുടെയും ശ്രുതിയുടെയും രേവതിയുടെയും റൂമൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവസാനം ബാഗുകൾ രണ്ടുപേരെയും പരിശോധിച്ചു. ശ്രുതിയുടെ ബാഗ് ചോദിച്ച സമയത്ത് ശ്രുതി അത് കൊടുക്കുന്നില്ല. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്നും അച്ചമ്മ അത് പിടിച്ചു വാങ്ങി ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ഒരു കവറിനകത്ത് 3 ലക്ഷം രൂപ ഇരിക്കുന്നത് അച്ചമ്മ കണ്ടു. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അതെൻ്റെ ബ്യൂട്ടി പാർലറിൽ നിന്നും കിട്ടിയ ലാഭമാണ്. അപ്പോൾ തന്നെ വർഷയ്ക്ക് പെട്ടെന്നൊരു സംശയമായി, അയ്യോ ഇത് എൻ്റെ കവറാണല്ലോ അച്ചമ്മേ, ഇതിലാണ് ഞാനും ശ്രീകാന്ത് പൈസ സൂക്ഷിച്ചു വെച്ചിരുന്നത് കാറ് വാങ്ങാൻ. ഞങ്ങൾക്ക് കാറ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ നീ എന്നെ കള്ളിയാക്കാൻ നോക്കുവാണോ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടി. അപ്പോൾ വർഷ പറയുകയാണ്, അച്ചമ്മേ ഞാനും ശ്രീകാന്തും കൂടെ ഇവിടെ പേരെഴുതി കളിച്ചിട്ടുണ്ടായിരുന്നു ആ കവറിൽ തന്നെ. അത് അച്ചമ്മ നോക്കിക്കേ, എൻ്റെ പേരും ശ്രീകാന്തിൻ്റെ പേരും അതിലുണ്ടോ എന്ന്. അങ്ങനെ തുടർന്ന് അച്ചമ്മ അത് ചെക്ക് ചെയ്തപ്പോൾ വർഷ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ശ്രുതി അത് നിരസിക്കാൻ പോയതാണ്, അച്ചമ്മ ഇതെൻ്റെ പൈസയാണെന്ന്. പക്ഷെ അച്ചമ്മ വീണ്ടും പറഞ്ഞു, ഇത്രയും കള്ളം ചെയ്തിട്ട് വീണ്ടും നീ ഇവിടെ നിന്ന് നല്ല പിള്ള ചമയുകയാണോ എന്ന്. ആ സമയത്ത് ശ്രുതിക്ക് മനസ്സിലായി, ഇനി ആ ഒരു അടവ് മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ കള്ളിയാണ് എന്ന് എല്ലാവരും അറിയുമെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മ എന്നോട് ക്ഷമിക്കണം, വർഷ എന്നോട് ക്ഷമിക്കണം. എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു പോയി. എനിക്കൊരു 4 ലക്ഷം രൂപ വേണമായിരുന്നു. അതിനാണ് ഞാൻ ഈ ഒരു പൈസ എടുത്തത്. നിന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ വന്നിട്ട് ഞാനത് തരാം എന്ന് വിചാരിച്ചിട്ടിരുന്നാണ് ഞാനിത് എടുത്തത് വർഷേ. അല്ലാതെ ഞാനൊരു മോഷ്ടിച്ചതല്ല, ഞാനൊരു മോഷണക്കാരി അല്ല. പെട്ടെന്ന് ആ ഒരു ക്യാഷ് ഞാനങ്ങ് കൊടുത്തു. ബാക്കി വരുന്ന 3 ലക്ഷം നിനക്ക് തന്നിട്ട് ബാക്കി പൈസ ഞാൻ ഉടനെ തന്നെ ബ്യൂട്ടി പാർലറിൽ നിന്നും സുധിയുടെ ബിസിനസ്സിൽ നിന്നും കിട്ടുന്നത് ലാഭം എടുത്ത് നിനക്ക് തരാം എന്നാണ് വിചാരിച്ചിരുന്നത്. അല്ലാതെ നിന്നെ പൈസ മോഷ്ടിക്കണമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കള്ള കണ്ണീരൊഴുക്കുകയാണ്. ശ്രുതിയുടെ കണ്ണീര് കണ്ടിട്ട് വർഷയും ശ്രീകാന്തും പറയുന്നുണ്ട്, സാരമില്ല ശ്രുതി ചേച്ചി, ഒരാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഇനി ശ്രുതി ചേച്ചിക്ക് പൈസ കിട്ടുന്ന സമയത്ത് തന്നാൽ മതി. ശ്രുതി ചേച്ചി ഞങ്ങളെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, പോട്ടെ സാരമില്ല. എന്നിട്ടും സച്ചിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സച്ചി വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വേണ്ട സച്ചിയേട്ടാ, ശ്രുതി ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ, ശ്രുതി ചേച്ചി പറഞ്ഞില്ലേ അത് വർഷയോട് പറയാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് എന്ന്. അതിനിടയിൽ നമ്മളെല്ലാവരും അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി. പോട്ടെ ശ്രുതി ചേച്ചി, സാരമില്ല, ശ്രുതി ചേച്ചിക്ക് വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ശ്രീകാന്തേ, ഞാനല്ലേ നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടത്, ഞാനല്ലേ ഇത് പറയേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി തിരിഞ്ഞ് നടക്കുകയാണ്. ആ സമയത്ത് സച്ചിക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട് അടിക്കുന്നുണ്ട്. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഭയങ്കര കള്ളിയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവളിത് മനഃപൂർവ്വം അടിച്ചു മാറ്റിയതാ. അപ്പോൾ രേവതി പറയാണ്, അല്ല സച്ചിയേട്ടാ, അത് അവൾക്ക് എന്തോ അത്യാവശ്യത്തിന് അവൾ എടുത്തതാ, അവൾ പിന്നെ പറയാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരിക്കും, എല്ലാവരും നിന്നതുകൊണ്ട് നാണക്കേട് കാരണം പറയാത്തതായിരിക്കും, വർഷയോട് ഒറ്റയ്ക്ക് പറയാമെന്ന് വിചാരിച്ച് കാണും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് അവളെ ഇത്രയും നാളായിട്ടും പിടി കിട്ടിയില്ലല്ലേ, അവളിത് മനഃപൂർവ്വം തന്നെ മോഷിച്ചുകൊണ്ട് പോയതാ. പിടി വീണെന്നറിഞ്ഞപ്പോൾ അവൾ അടവ് മാറ്റി അവളുടെ കള്ള കണ്ണീര് ഒരുക്കിയതാ. അതൊക്കെ നീ ഒരു നാൾ മനസ്സിലാക്കും. എന്നാലും ഞാൻ അവളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനിതിൻ്റെ പുറകെ നടക്കും, നീ നോക്കിക്കോ, ഞാൻ സത്യം കണ്ടെത്തും എന്ന് പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ചെമ്മനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണാം. ബൈ.